ക്യാൻസർ കോശങ്ങളുടെ ജൈവഘടന തിരിച്ചറിഞ്ഞുള്ള ട്യൂമർ ബേസ്ഡ് ഓങ്കോളജി ചികിത്സാ രീതിയിലൂടെ രോഗമുക്തി കൂടുതൽ സുഗമമാക്കാമെന്ന് പ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ തോമസ് വർഗീസ്. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് മഞ്ഞുമൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ ആധുനിക മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ OT സമുച്ചയവും അഡ്വാൻസ്ഡ് കാർഡിയാക് കാത്ത് ലാബിന്റെയും ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും പല സന്നദ്ധ സംഘടനകളും പല ഹോസ്പിറ്റൽസും അതുപോലുള്ള ജീവകാരുണ്യം നടത്തുന്ന സംഘടനകളും ഒക്കെ ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ഒബ്സർവ് ചെയ്യുന്ന ദിവസമാണ്. എന്താണ് ഇതിൻ്റെ പ്രസക്തി? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്തെ പോലെയല്ല ഇപ്പോൾ കുട്ടികളെന്നോ പ്രായമുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ, പണ്ഡിതരെന്നോ പാമരരെന്നോ വ്യത്യാസമില്ലാതെ, പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസമില്ലാതെ, സാമ്പത്തികമായ ഉന്നമനത്തിൽ ലെവലിൽ നിൽക്കുന്ന ആളെന്നോ സാമ്പത്തികമായ കുറവുള്ള ആളെന്നോ വ്യത്യാസമില്ലാതെ ആരെയും ഏത് നിമിഷവും ആക്രമിക്കാൻ കഴിവുള്ള രംഗബോധമില്ലാത്തൊരു കോമാളിയാണ് ക്യാൻസർ. ഇങ്ങനെയാണ് ക്യാൻസർ എങ്കിൽ ഇതാണ് നമ്മുടെ സോഷ്യോ ഇക്കണോമിക് ഇഷ്യൂസിനെ എല്ലാം അഫക്റ്റ് ചെയ്യുന്നൊരു ഡിസീസാണ് ക്യാൻസർ. നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇങ്ങനെ ക്യാൻസർ വന്നാൽ സർക്കാർ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ചികിത്സ എടുക്കാമെന്ന്. പക്ഷേ സർക്കാർ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ചികിത്സ എടുക്കുക എന്ന് പറഞ്ഞാൽ പോലും അതിനുള്ള ഫൈനാൻഷ്യൽ ഫണ്ടിങ് എന്ന് പറയുന്നത് ടാക്സ് പേയേഴ്സിൻ്റെ മണിയാണ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള ചികിത്സ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പ്രായമുള്ളവരെക്കാൾ അപേക്ഷിച്ച് ചെറുപ്പക്കാരിൽ ക്യാൻസർ കാണപ്പെടുന്നു. ഇത് കേരളത്തിൽ തന്നെ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈവൻ ഗവൺമെൻറ് സെക്ടറിലുള്ള ചികിത്സയാണെന്ന് പറഞ്ഞാൽ പോലും ഈ സെൻട്രൽ ഗവൺമെൻറ്റിനോ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ എല്ലാവരെയും ട്രീറ്റ് ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കരണീയമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളമാണ് ക്യാൻസറിൻ്റെ ക്യാപിറ്റലൂടെ. അതൊരു വലിയൊരു വിരോധാഭാസമാണ്. അതിൻ്റെ പുറകിൽ നിരവധി കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ അപഗ്രഥിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ചെന്നെത്തുന്നത് പ്രധാനപ്പെട്ട കോസ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ എന്നുള്ള കാര്യമാണ്. ഈ ലൈഫ് സ്റ്റൈൽ എന്താണ് പ്രസക്തി? പ്രധാനമായും നമുക്കറിയാം, ഭക്ഷണമാണ് നമ്പർ 1 വില്ലൻ. നമുക്ക് ആവശ്യമുള്ളത് ഡയറ്റാണ്. നമുക്കുള്ളത് ആർഭാടമായ ഫുഡല്ല. ഈ ഡയറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഭക്ഷണത്തിനെയാണ് ഡയറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് പച്ചക്കറികളുണ്ടായിരിക്കണം, അത് വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം, നല്ല ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ടായിരിക്കണം, അതിൽ ആവശ്യത്തിന് മാത്രം കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം, റിഫൈൻഡ് ഷുഗേഴ്സ് ഉണ്ടാവാൻ പാടില്ല, മൈദ പോലുള്ള സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം, അതുപോലെ എക്സസീവ് സോൾട്ട്, എക്സസീവ് ഷുഗർ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തെങ്കിലേ ഒരു ഐഡിയൽ നല്ല ഡയറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഫുഡ് എന്ന് പറഞ്ഞാൽ നാവിന് ടേസ്റ്റ് തരുന്ന എല്ലാം ഫുഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് എന്താണ് അതിൻ്റെ പ്രസക്തി? ഈ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ ചേഞ്ച് ചെയ്തില്ല എങ്കിൽ നമ്മൾ ക്യാൻസറിൻ്റെ വിക്ടിംസായിട്ട് മാറും. ഇന്ന് നമുക്ക് ഈ കൊച്ചു കേരളത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ക്യാൻസർ പ്രിവെൻഷൻ ഇഫ് പോസിബിൾ, 2 ഏർലി ഡിറ്റക്ഷൻ ഇഫ് പോസിബിൾ, 3 കറക്റ്റായിട്ടും പ്രോപ്പറായിട്ടും ട്യൂമർ ബയോളജി ബേസ്ഡ് ആയിട്ടുള്ള ചികിത്സ. എന്താണ് ട്യൂമർ ബയോളജി? ട്യൂമർ ബയോളജി എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ അതിൻ്റെ സ്വഭാവ ഗുണം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയുള്ള നിരവധി ടെസ്റ്റുകൾ ഇപ്പോൾ നമുക്കുണ്ട്. ഈ ടെസ്റ്റുകളെ ആധാരമാക്കിയായിരിക്കും നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യുന്നത്. അതിനെയാണ് ട്യൂമർ ബയോളജി ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ടാർഗറ്റഡ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, അവിടെ നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി ഉണ്ടായിരിക്കും. ഇതെല്ലാമാണ് ഇന്ന് ക്യാൻസർ ചികിത്സയെ റെവല്യൂഷനൈസ് ചെയ്തിരിക്കുന്നത്. പണ്ടൊക്കെ നമുക്കൊരു ക്യാൻസർ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അവരൊന്നും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ, ഡോക്ടറെ എന്തുകൊണ്ട് എനിക്ക് ഈ ക്യാൻസർ വന്നു? അന്ന് നമ്മളൊക്കെ വളരെ ഒരുപക്ഷെ തന്ത്രപൂർവ്വം നമുക്ക് അതിനുള്ള റിസോഴ്സസ് ഇല്ലാത്തതുകൊണ്ട് അവരോട് പറയുമായിരുന്നു. പലപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാരണം വെച്ചുകൊണ്ട് നമുക്ക് ക്യാൻസർ എന്തുകൊണ്ട് വന്ന് പറയാൻ സാധിക്കില്ല. അതിന് റിവേഴ്സാണ് ഇപ്പോൾ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്യാൻസർ ബാധിതമായ ആ അവയവത്തിൽ നിന്നൊരു ചെറിയൊരു സെക്ഷൻ, അതിന് ബയോപ്സി സ്പെസിമെൻ എന്ന് പറയും, ഇതെടുത്ത് പരിശോധനയ്ക്ക് അയച്ചു കൊടുത്തിട്ട് കോംപ്രഹെൻസീവ് ജീൻ പ്രൊഫൈലിംഗ് ചെയ്യുവാണെങ്കിൽ ഏതൊക്കെ ജീൻ അബറേഷൻ കൊണ്ടാണ് ഈ ചേഞ്ചസ് എല്ലാം ഉണ്ടായതെന്നും അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ എന്താണെന്ന് നമുക്കിന്ന് പോസിബിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രംഗത്ത് വമ്പൻ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അത് റേഡിയേഷനിൽ വമ്പൻ മാറ്റങ്ങൾ വന്നിരിക്കുന്നു, കീമോതെറാപ്പിയിൽ വമ്പൻ മാറ്റങ്ങൾ വന്നിരിക്കുന്നു, സർജറിയിൽ വമ്പൻ മാറ്റങ്ങൾ വന്നിരിക്കുന്നു, ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇമ്മ്യൂണോതെറാപ്പിയിലും പുതുമകളാർന്ന ചികിത്സ വന്നിരിക്കുന്നു. നമുക്കറിയാം, ഫേമസ് ഫിലിം ആക്ടർ സഞ്ജയ് ദത്ത്
അല്ലെങ്കിൽ മമത മോഹൻദാസ്, ഇവരൊക്കെ അഡ്വാൻസ് ക്യാൻസേഴ്സ് കൊണ്ട് വന്നിട്ട് അവരൊക്കെ സുഖമായിട്ടുള്ള ആൾക്കാരാണ്. ഇത്തരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം അഡ്വാൻസ് ക്യാൻസേഴ്സിനെ പോലും സുഖപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഇന്ന് ലോകത്തിലായി കഴിഞ്ഞ സ്ഥിതിക്ക്, പക്ഷേ സാമ്പത്തികമായി അതിനുള്ള ചിലവുകൾ മിക്കവാറുമൊക്കെ ലക്ഷങ്ങളല്ല, ചിലപ്പോൾ കോടികളായിട്ട് മാറിന്നിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കെന്താണ് കരണീയമായിട്ടുള്ളത്? നമുക്ക് പണമില്ല എങ്കിൽ അസുഖത്തെ നേരത്തെ കണ്ടുപിടിക്കണം. പണമില്ല എങ്കിൽ കറക്റ്റായുള്ള ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് നമ്മൾ അതിനുവേണ്ടി തയ്യാറാവണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സ്ഥാനാർബുദം വന്ന ഒരാൾ അവരുടെ വീട്ടിലെ പല പല പ്രശ്നങ്ങൾ കൊണ്ട് ആ മുഴ ആരോടും പറയാതെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സ്റ്റേജ് 1 നമുക്ക് സ്ഥാനം മാറ്റാതെ സൗന്ദര്യം കൊടുത്തുകൊണ്ട് ട്രീറ്റ് ചെയ്യാവുന്ന ലെവലിൽ നിന്ന് സ്ഥാനം മുറിച്ചു മാറ്റിയാൽ പോലും അവരെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ദാരുണമായ ഒരു സാഹചര്യത്തിലോട്ട് അവർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് മാറ്റം ഉണ്ടാവണം. ഇതുപോലെ തന്നെയാണ് ലങ് ക്യാൻസർ. ലങ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമാക്കാൻ സാധിക്കും. തൈറോയ്ഡ് ക്യാൻസർ, ഇതൊക്കെ 100% ക്യൂർ ചെയ്യാവുന്ന ക്യാൻസറുകൾ. അതേപോലെയാണ് സെർവിക്സ് ക്യാൻസർ. അതായത് ഒരു സ്ത്രീക്ക് അവരുടെ സെക്ഷുവൽ ഇൻ്റർകോഴ്സിന് ശേഷം അവർക്ക് ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ മാസമുറയ്ക്ക് ഇടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഫൗൾ സ്മെല്ലിങ് ഡിസ്ചാർജ് ഉണ്ടാവുക, ഇതെല്ലാം വാർണിംഗ് സൈൻസാണ്. ഈ വാർണിംഗ് സൈൻസിനെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. കറക്റ്റ് സമയത്ത് ഇതിനനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ റെഡി ആവുകയാണെങ്കിൽ ഈ ക്യാൻസറിനെ നേരത്തെ കണ്ടുപിടിക്കാം, കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാം, സൗഖ്യം പ്രാപിക്കാൻ സാധിക്കും. ഇന്ന് ക്യാൻസർ ചികിത്സയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഏതാണ്ട് 60 മുതൽ 80% ക്യാൻസറുകളെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ 100% സുഖമാക്കാൻ സാധിക്കും. അതിന് ഇന്ന അവയവങ്ങളൊന്നും പോലുമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ സ്റ്റൊമക്ക് ക്യാൻസർ വന്നാൽ അവരെ സുഖമാക്കാവുന്ന സംവിധാനങ്ങളുണ്ട്. ആമാശയ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ, അതായത് ഇൻറ്റസ്റ്റൈൻ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ സുഖമാക്കാവുന്ന സംവിധാനങ്ങളുണ്ട്. റെക്ടൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ മുറിച്ചു മാറ്റി കൊളസ്റ്റമി ഉണ്ടാക്കുന്ന കാലമൊക്കെ മാറിപ്പോയി. അപ്പം അങ്ങനെ ഈ ചികിത്സയിലുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളും നമുക്ക് പേഷ്യൻസിന് കൊടുക്കണമെങ്കിൽ ഇന്ന് അവയവങ്ങൾ പരിരക്ഷിക്കുന്ന കാലമാണ്. ഇന്ന് ഫങ്ഷണൽ റീഹാബിലിറ്റേഷൻ കൊടുക്കുന്ന സർജറികളാണ്. ഇതെല്ലാം നമുക്ക് ആപ്ലിക്കബിൾ ആക്കണമെങ്കിൽ രോഗികളുടെ സൈഡിൽ നിന്നും തീർച്ചയായിട്ടും സഹകരണം ഉണ്ടായിരിക്കണം. അവർ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു കറക്റ്റായിട്ട് ചികിത്സ കൊടുക്കാൻ സാധിക്കുന്ന സെൻറ്ററുകളിൽ എത്തപ്പെടണം. ഈ സിംറ്റംസ് ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വിധേയരാവാൻ തയ്യാറായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓർഗൻ പ്രിസർവേഷനും സൗന്ദര്യവും പിന്നെ അതേപോലെ തന്നെ ഫങ്ഷൻ പ്രിസർവേഷനും കൊടുത്തുകൊണ്ടുള്ള ഒരു നോർമൽ ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു ലൈഫിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് പറയാനുള്ള ഒരേ ഒരു വാചകം, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്യാൻസർ എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല. അത് പലപ്പോഴും ഒരു നല്ല ലൈഫിൻ്റെ തുടക്കമായിട്ട് മാറുന്ന സാഹചര്യമാണ് ആധുനിക ചികിത്സാ രീതികളിൽ നിന്ന് കാണപ്പെടുന്നത്. താങ്ക് യു. ട്രസ്റ്റ് ചെയർമാൻ റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ മുല്ലർ OCDയുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് മെട്രോപൊളിറ്റൻ പുതിയ ചികിത്സാ വിഭാഗങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശക്തർ സ്ട്രോങ്ങർ ദാൻ ക്യാൻസർ എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ രോഗികൾക്ക് വ്യക്തിഗത ചികിത്സാ രീതി പേഴ്സണലൈസ്ഡ് മെഡിസിൻ ലഭ്യമാക്കുന്നതിൽ ആശുപത്രി മുൻഗണന നൽകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സാക്ഷരതയിൽ മുന്നിലാണെങ്കിലും കേരളം ക്യാൻസർ തലസ്ഥാനമായി മാറുന്നത് ഗൗരവകരമാണെന്ന് ഡോക്ടർ തോമസ് വർഗീസ് ചൂണ്ടിക്കാട്ടി. പഴയകാലത്തെ പൊതുവായ ശസ്ത്രക്രിയാ രീതികളിൽ നിന്ന് മാറി ട്യൂമറുകളുടെ തന്മാത്രാ ഘടന വിശകലനം ചെയ്തുള്ള നൂതന ചികിത്സയിലേക്കാണ് വൈദ്യശാസ്ത്രം മാറുന്നത്. കൃത്യതയാർന്ന
ശക്തിയാർന്ന ഇമ്മ്യൂണോതെറാപ്പി വഴി പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും ചികിത്സ കൂടുതൽ ഫലപ്രദമാക്കാനും സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് അമേരിക്കയിലെ തോമസ് ജെഫേഴ്സൺ സർവകലാശാലയുടെ മോളിക്കുലർ ഓങ്കോളജി സർട്ടിഫിക്കേഷൻ ഡോക്ടർ തോമസ് വർഗീസിന് കൈമാറി. അത്യാധുനിക ഇമ്മ്യൂണോതെറാപ്പി ചികിത്സകൾ നൽകാനുള്ള അന്താരാഷ്ട്ര അംഗീകാരമാണിത്. സ്ത്രീകളിലെ ക്യാൻസർ പരിശോധനകളെ കുറിച്ച് ഡോക്ടർ ഷിജിനി തോമസും ഭക്ഷണത്തിലെ മായം വരുത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഡിവൈഎസ്പി ഡോക്ടർ ആ ജോസും ക്ലാസുകൾ എടുത്തു. എറണാകുളം ജില്ലയിലെ സാധാരണക്കാർക്കും കുറഞ്ഞ ചിലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. IMA എറണാകുളം പ്രസിഡന്റ് ഡോക്ടർ അതുൽ ജോസഫ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ MN വെങ്കടേശ്വരൻ, ഫാദർ ജിൻസൺ റോഡ്രിഗസ്, ഫാദർ ലാൽജു പോളപ്പറമ്പിൽ, ഫാദർ അനു പ്രതാപ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം സിനിമാ താരം നയന എൽസ, ഗായിക ഭദ്ര രഞ്ജൻ എന്നിവരുടെ നേതൃത്വത്തിൽ ശാരീരിക ക്ഷമത ഉറപ്പാക്കുന്നതിനുള്ള സൂംബ സെഷനും നടന്നു.